ഹായ്, നമ്മളിന്ന് ഒരു പച്ചടിയാണ് വെക്കുന്നത്. വെള്ളരിക്കയും കൊണ്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നത്. ഇത് അരിഞ്ഞാൻ വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. ഇതിലേക്ക് നമുക്ക് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാവേ. അധികം വെള്ളം ഒഴിക്കണ്ട, കാരണം ഓൾറെഡി ഈ വെള്ളരിക്കയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് മതി. ഇതിന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴത്തേക്കും ഇതിനുള്ള അരപ്പുണ്ടാക്കാവേ. തേങ്ങ ചിരക്കിയതും പിന്നെ പച്ചമുളകാണ്. പച്ചമുളക് വാടിപ്പോയി, അതാണ് അങ്ങനെ കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അധികം വേണ്ടാത്തത് കൊണ്ടേ. പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് അരച്ചെടുക്കണേ. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മുടെ വെള്ളരിക്കയൊക്കെ അങ്ങനെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ കിടന്നിട്ടൊന്ന് ആ പച്ചമണമൊന്ന് പോയി വരട്ടെ. അതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാവേ. ഇത് കുപ്പിയിൽ കിട്ടുന്ന തൈരാണ് കേട്ടോ, പാക്കറ്റ് തൈരല്ല. ഇച്ചിരി പുളി കുറവുള്ളത് വാങ്ങിയതാണ്. അപ്പോൾ ഓക്കെ, ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് വറുത്തിടാം. നമ്മുടെ കറി അങ്ങനെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കടുക് വറുത്തത് ഇട്ട് കൊടുക്കാവേ. ഞാൻ വറ്റൽമുളക് മാത്രമാണ് വറുത്തിട്ടത്, കുഞ്ഞുള്ളി ഒന്നും ഇട്ടിട്ടില്ലേ. നമ്മൾ തേങ്ങ അരച്ചത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബായ്.